ഹലോ ഗെയ്സ്, ഹലോ. നമ്മുടെ വ്ളോഗ് സീരീസിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണിത്. ഹായ്, ഞാൻ അബുദാബിയിൽ നിന്ന് മഹമ്മൂദിൻ്റെ അടുത്തേക്ക് വന്നാണ് ഗൈസ്, ദുബായ് കറങ്ങാൻ വേണ്ടി. ഞങ്ങളെന്താ വെച്ചാൽ എന്താ പറയുക, ഫസ്റ്റ് തുടങ്ങുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സപ്പോർട്ടൊക്കെ അവിടെ കേട്ടെ. ഇതിലെന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം, എങ്ങനെ ഇടണമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ എന്താ പറയുക, വന്നൊരു ഐഡിയ, വെറുതെ ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗാക്കിയിട്ട് റെക്കോർഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുക. യെസ്, അത്രേ ഉള്ളൂ. ഞാൻ ഗൈസ് ഇന്നലെ രാത്രി അബുദാബിയിൽ നിന്ന് വന്നാണ് ദുബായ് കറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കറാമയിലെ ഷൗക്കത്ത് നിന്നായിരുന്നു. ഷൗക്കത്ത് റെസ്റ്റോറൻറ്റ് അടിപൊളി മസാല ദോശ. അവിടുത്തെ ചായ കിടിലൻ ചായ, അടിപൊളി ഫ്രഷ് മിൽക്ക്. കറാമയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഫ്രഷ് മിൽക്ക് നൗഷാഖാൻ്റെ ഷൗക്കത്ത് റെസ്റ്റോറൻറ്റ്, ADCB മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഷൗക്കത്ത് റെസ്റ്റോറൻറ്റ്. കറാമയിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. കുറേ മുന്നേയുള്ള പേടല്ല ഗൈസ്, പേര് പ്രൊമോഷനാണോ? അല്ല ഗൈസ്, ഞങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ് ഗൈസ്. പിന്നെ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഉള്ള ജംസം എന്നല്ല ഉണ്ടേക്ക് ഉച്ചക്ക് സംസം അടിപൊളി മന്തിയാണ് ഗൈസ്. സംസം മന്തി കഴിച്ചു. ഇപ്പോൾ ഞങ്ങൾ ദുബായ് മാളിലാണ് ഇരിക്കുന്നത്. ഈവനിങ് ഏകദേശം ഒരു 5 മണിയായി. നമ്മളെന്താ ഓർഡർ ചെയ്തിരിക്കുന്നത് പൈസ? ഞങ്ങൾ ഇന്ത്യൻ പാലസിന് അവിടുത്തെ ഒരു വെറൈറ്റി ദോശ ഇവൻ ഓർഡർ ചെയ്ത്. ഞാൻ ഗൈസ്, ഞാൻ പിസ്സയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. യെസ്, ഇന്ത്യൻ ദുബായ് മാൾ വരുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഇന്ത്യ പാലസ്. ഞങ്ങളെന്താ വെച്ചാൽ ഓർഡർ ചെയ്ത സ്പീഡ് കൊണ്ട് കടൻ്റെ പേര് നോക്കാൻ മറന്നുപോയി. അതെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ഫോൺ അവിടെ കുത്തിച്ച് പോകണം. അത് ഫായ്സിൻ്റെ ഫോണാണ്, കണ്ടോ? കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചാർജ് ആവാൻ കുറച്ച് നേരം സമയം എടുക്കും. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. വെയിറ്റ് ചെയ്താണ്. അപ്പോൾ ആ വെയിറ്റ് ചെയ്ത സമയത്ത് തോന്നിയൊരു ഐഡിയ ആണ് വെറുതെ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ചിലപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും, ചിലപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യൂല. ഇനി അഥവാ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എന്താക്കുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ എന്താണ് എന്താണ് സ്റ്റോറീസ് ചാനലിൻ്റെ പേര് ഓർമ്മില്ല. കാരണം എന്താ വെച്ചാൽ 4 കൊല്ലം മുന്നേ ഉണ്ടാക്കിയിട്ട് ചാനലാണ്. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞോക്കി ഒന്നെങ്കിൽ MZ സ്റ്റോറീസ് കാര്യം, അല്ലെങ്കിൽ സ്റ്റോറീസ് ഓഫ് MZ കാര്യം. ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ വരുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ നോട്ടിഫിക്കേഷൻ മസ്റ്റായിട്ട് എനേബിൾ ചെയ്യുക. ഇന്നലെ ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഗൈസ്, പുതിയൊരു ചാനൽ കൂടി വരുന്നുണ്ട്, ഫായ് സ്റ്റോറീസ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഫായ്സിൻ്റെതായ കണ്ടന്റുകളൊക്കെ ആ പേജിലാണ് ഉണ്ടാവുക. എന്താ, അതായത് ഫുഡ് റിലേറ്റഡ് ഉണ്ടാവും, എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഉണ്ടാവും. പിന്നെ പക്ഷെ അതിനെ തുടങ്ങാൻ പോകണുള്ളൂ. നിങ്ങളെ കപ്പിൾ വീഡിയോസ് ഉണ്ടാവും. ഇല്ല, അത് തുടങ്ങാൻ സ്റ്റാർട്ട് ആയിട്ടില്ല. ഫാമിലി കണ്ടന്റ് ഒക്കെ ഒരു വേറൊരു ചാനലിൽ എന്തൊക്കെയാണ് ഫാഹിസ് ആൻഡ് റീൻ പറഞ്ഞ ചാനലിലാണ് വരിക. ഈ ചാനലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ 2030 പ്ലാനാണ്. ഞങ്ങളെന്ന് വെച്ചാൽ പൃഥ്വിരാജിൻ്റെ ഒക്കെ പോലെ ഇലൂമിനാൻറ്റിക്ക് പഠിക്കും അല്ലേ. അതായത് അനാൻഷൊക്കെ ഔട്ട് ആകുമ്പോൾ ഞങ്ങൾ കയറി വരാം. ഞങ്ങൾ അനാൻഷ് ഇപ്പം ഇനി പുതിയ പ്ലാറ്റ്ഫോം സിനിമയൊക്കെ പോവാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അനാൻഷാൻ്റെ കട്ട് ചെയ്താണ്. പക്ഷേ അനാൻഷി ചെയ്യണ കണ്ടന്റൊക്കെ ഞങ്ങൾ എത്ര 2003 പ്ലാൻ ചെയ്തു. 2013 ഞങ്ങൾ ട്രിപ്പൊക്കെ പോയിട്ടും എൻജോയ് ചെയ്തുള്ള ഒരു കണ്ടന്റാണ് ഇപ്പോൾ അനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല സന്തോഷമുണ്ട്, നല്ല കണ്ടന്റ്. നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പഴയ കണ്ടന്റ് തന്നെ അപ്ലോഡ് ചെയ്താൽ ഒരു 2 മാസം ഡെയിലി ഇടാനുള്ള കണ്ടന്റ് നമ്മൾ ഇടുന്നുണ്ട്, വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങൾ ഇടുന്നില്ല, കാരണം അതൊക്കെ പഴയ കണ്ടന്റാണ്. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ 2 ആളുള്ളൂ. അപ്പോൾ കണ്ടന്റ് കുറച്ച് കുറയും, വേറെ 2 ആൾ കൂടി വരാണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഞങ്ങൾ 2 ആളാകുമ്പോൾ തന്നെ ഒരു കണ്ടന്റും ഇല്ലാതെ അത്രയും കണ്ടന്റായി. അപ്പോൾ ഈ വേറെ 2 ആളും പാടത്തേക്ക് ആടാവുണ്ട്. ഞങ്ങൾ സുഫാനും റിജീനും ഒരുപാട് വരികയാണെന്നുണ്ടെങ്കിൽ മാറേ കണ്ടന്റ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് മിസ്സാവാതെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊക്കെ എന്താ പറയുക, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഈ വീഡിയോ ഒക്കെ വരുന്നത്, അതായത് മഹമ്മൂദ് കല്യാണം കഴിക്കണം, സൊഫാൻ കല്യാണം കഴിക്കണം, റിദിന് കല്യാണം കഴിക്കണം, അതിന് ശേഷം വരുള്ളൂ. അതിൽ സൊഫാൻ ചിലപ്പോൾ ഇപ്പോൾ എടുത്ത് കല്യാണം കഴിക്കും. ഞാനും റിദിനും ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം 2034 ആവണ്ടേ. അപ്പോൾ വയസ്സ് ഫാമിലിയൊക്കെ ഇൻഷാല്ലാ സെറ്റിലാവും. ഓനെ കിട്ടുമില്ലേന്ന് അറിയില്ല. പിന്നെ കിട്ടൂല. ഓൻ്റെ വൈഫിനെ പറ്റി പറയാം. വൈഫിനെ പറ്റിയിട്ട് പിന്നെ അടുത്തൊരു വീഡിയോ, അതൊരു അടുത്ത വ്ളോഗിൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടന്റായിട്ട് വരുന്നതായിരിക്കും. അതായത് സെക്കൻഡ് പാർട്ടിൽ
അതേപോലെ ഞങ്ങൾ അടുത്ത വീക്കെൻഡിൽ എങ്ങോട്ടാ പോവാന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്ത് കണ്ട് കമന്റിൽ ഇടുക. അത് ശരിയാവണ ഒരാൾക്ക് അല്ലേ, തിരഞ്ഞെടുക്കണ ഒരാൾക്ക് ദുബായ് എൻട്രി എടുത്താലോ? ദുബായ് വേണ്ട, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. നാട്ടിൽ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ അറിയിക്കും. പക്ഷെ കമന്റ് ഇങ്ങനെ ഇപ്പൊ ഇടണം. കമന്റ് ഇപ്പം ഞങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കും. ദുബായ് മാൾ ഡയറീസ് അങ്ങനെയൊക്കെയാണ്. വേറെ എന്തൊക്കെയുണ്ട്? ഹായ് ഫാസിനോട് ഹായ് പറയാം. ഹായ് ഹായ്. ഞങ്ങളെ ലൈഫിലെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ആഴ്ചത്തെ വീക്കെൻഡിൽ ഞങ്ങളിങ്ങനെ ദുബായ് മാൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് സുഫാനും ഋതിനും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഫുഡ് കോർട്ടിലാണ് ഇരിക്കുന്നത്. അതായത് ഇവിടെ വെച്ചാൽ പല ടൈപ്പ് കാറ്റഗറീസിലുള്ള ഫുഡുണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാലസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫിലിപ്പീനി ആ ടേസ്റ്റ് ഫുഡാണ്. പിന്നെ മക്ഡൊണാൾഡ്സ് ഉണ്ട്, KFC ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏത് ഫുഡ് വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷനായി അല്ലേ? കൺഫ്യൂഷനായി. ഇവിടെ എന്ന് വെച്ചാൽ പല രാജ്യത്തുള്ള ആൾക്കാർ വരുന്ന രാജ്യമായതുകൊണ്ട് എല്ലാ ടൈപ്പ് ഫുഡുണ്ട്. നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിക്കാൻ പറ്റാത്തവർക്ക് നേരെ കറാമയിൽ പോയിട്ട് 5 രൂപ 10 രൂപയുടെ ചായ, ഫുഡ് അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാം. നാട്ടിലെ മന്തി. കറാമനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടിൽ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. എന്താണ് അറേബ്യൻ മജ്ലിസ് ഉണ്ട്, പിന്നെ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ പാരഗൺ എല്ലാവരും കറാമ വന്നു കഴിഞ്ഞാൽ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ബിരിയാണി ട്രൈ ചെയ്യുക, വൈകിട്ടാണെന്നുണ്ടെങ്കിൽ മന്തി ട്രൈ ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇത് ഷോപ്പിൻ്റെ പ്രൊമോഷനായി പറഞ്ഞതൊന്നുമല്ല. കറാമിൽ ഒരുപാട് ചോയ്സ് ഉണ്ട്. സംസം, അതേപോലെ കാലിക്കറ്റ് സ്റ്റാർ, അറേബ്യൻ മജ്ലിസ്, അങ്ങനെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. നിങ്ങൾക്ക് അറിയണതിൻ്റെ കാര്യം. പിന്നെ ദുബായ് മാളിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളിപ്പോൾ അവിടെ ഫോൺ ചാർജിങ്ങിന് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ടെൻഷനും ഇല്ല. ഞങ്ങളിവിടെ സംസാരിച്ചിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ചാർജിങ് മാത്രമല്ല ഫുഡ് ഇപ്പോൾ വരും. ഫുഡ് കുറേ നേരം ഇരിക്കണു അവിടെ, പക്ഷെ ഫുഡൊന്നും വരുന്നത് കാണാനില്ല. ഫുഡ് വരുമോ? ഫുഡ് ഇപ്പോൾ വരും. നമ്മളെന്താ ചാർജിങ്ങിന് വേണ്ടി ഇരിക്കല്ല, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും. സംശയമൊന്നുമില്ലല്ലോ? സംശയമൊന്നുമില്ല. അവിടെയൊക്കെ എല്ലാവരും ഓരോ ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെന്താ വെച്ചാൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല അല്ലേ പൈസ? ഞങ്ങൾ ഇന്ത്യൻ പാലസിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ പാലസ് അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്, 1 മണിക്കൂർ. ഞങ്ങളൊരു ചാർജിങ് സ്പോട്ട് ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ദുബായിലായതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ടെൻഷനില്ല, ഫോൺ ആരും കൊണ്ടുപോകുന്നുള്ള പേടി വേണ്ട, നമുക്ക് നോക്കേ വേണ്ട, നമുക്ക് നോക്കിയിട്ടേ ഇല്ല. വേറെ സംഭവം എന്താ വെച്ചാൽ ഈ ഫോൺ ഇവിടെ വെച്ചിട്ട് നമ്മൾ അവിടെ കറങ്ങി വന്നാൽ ഈ ഫോൺ ഇവിടെ ഉണ്ടാവും. അത് ശരി, അതാണ് ദുബായിലെ പ്രത്യേകത. അപ്പോൾ ഗൈസ്, കാണുന്നവരൊക്കെ MZ മഹമ്മൂദ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് ബാക്കി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതാണ് മെയിൻ. നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങളുണ്ടാവും, സജഷൻസ് ഉണ്ടാവും, ഒക്കെ എന്താ വെച്ചാൽ കമന്റായി രേഖപ്പെടുത്തുക അല്ലേ. വീണ്ടും നല്ല ബ്ലോഗായിട്ട് നിങ്ങളെ മുമ്പിൽ എത്തുന്നതായിരിക്കും. വേറെന്താ ഗൈസ്, പുറത്ത് ഭയങ്കര വെയിലാവുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് കോർട്ടിൽ ഇരിക്കണം, ദുബായ് ഫുഡ് കോർട്ട്. സത്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് 40 മിനിറ്റോളായി ഏകദേശം. പക്ഷേ ഫുഡ് ഇതുവരെ എത്തിയില്ല. നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല, ഇനി ഓർഡർ ചെയ്തിരുന്നു ചെയ്ത് ഫോണ് ചാർജ് ആകുമ്പോഴത്തേന് തന്നാൽ മതി. അത് മേക്കിംഗ് ടൈം നല്ല ഡിലേ വരുന്നുണ്ട് ദുബായി. അത് ഷോപ്പിൻ്റെ പ്രശ്നമല്ല കേട്ടോ, ഞങ്ങൾ ഷോപ്പിനെ താഴ്ത്തി പറയല്ല. ഞങ്ങൾ ഓർഡർ ചെയ്ത ഡിഷ് അത്രയും കോസ്റ്റ്ലി കുറച്ച് ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും. മറ്റേന്താ വെച്ചാൽ നമ്മൾ മന്തി, ചായക്കുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുന്നുണ്ട്. നമ്മളൊരു വെറൈറ്റി, അതായത് ദുബായ് ഫുഡ് കോർട്ടിൽ നിന്ന് നല്ലൊരു വെറൈറ്റി സാധനം ഓർഡർ ചെയ്യാം. നമ്മൾ ദുബായിലെന്ന് വെച്ചാൽ വെറൈറ്റി ഫുഡ് കൾച്ചർ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പല രാജ്യത്തെ ആൾക്കാരും പല രാജ്യത്തെ ഫുഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, പറ്റുന്ന സമയത്ത് പല വെറൈറ്റി ഓഫ് ഫുഡ്, അതായത് കുറേ കഴിക്കില്ല, കുറച്ചാണെന്നുണ്ടെങ്കിലും വെറൈറ്റി ഓഫ് ഫുഡുകൾ ട്രൈ ചെയ്യാം. അതാണ് നമ്മുടെ ദുബായിയുടെ മെയിൻ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കിട്ടാൻ ലേറ്റ് ആവുന്നത്. നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ, ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണല്ലേ, AC, വൈഫൈ കാര്യങ്ങളൊക്കെ സെറ്റാണ്. എല്ലാവരും ഒന്ന് ദുബായ് ട്രൈ ചെയ്യുക. പുറത്തുള്ള ആൾക്കാരാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ US അവിടുത്തെ ഫുഡ് കോർട്ടുകൾ, അതേപോലെ അവിടുത്തെ ഫുഡുകളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ എന്ത് ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അവർക്ക് പിൻ ചെയ്ത് ഞങ്ങൾ അത് ഇവിടുന്നാണ് നമ്മൾ കമന്റേറെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇവിടുത്തെ മന്തി എടുക്കും. നാട്ടിലാണെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു മന്തി സ്പോൺസർ. മന്തി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാർട്ടർ മന്തിയല്ല,
ഒരു ഫുൾ മട്ടൻ മന്തി. നിങ്ങളെ ഫ്രണ്ട്സായിട്ട് വന്ന് 4 ആൾ ഒരു മട്ടൻ മന്തിയും ചുരുങ്ങിയത് ഒരു ആവറേജ് ഫുഡ് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 8 ആൾക്കും 10 ആൾക്ക് കഴിക്കാം. ഫുൾ മന്തി ഫുൾ മട്ടൻ. ഓക്കെ, എടുത്തോട്ടെ. പക്ഷെ ഞങ്ങളെന്താ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഗസ് ചെയ്താണ്ട് അറിയിക്കണം. ഞങ്ങൾ എന്താ ഓർഡർ ചെയ്തതെന്നുള്ള അടുത്ത വീഡിയോയിലാണ് വരിക. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ചെയ്തിട്ട് അടുത്ത വീഡിയോ കണ്ടി വെയിറ്റ് ചെയ്യും. ഈ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലെ പ്ലാറ്റ്ഫോമിൽ ഇടൂല, ഓൺലി യൂട്യൂബിന് വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇനി ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ MZ മഹമ്മൂദ് എന്ന് പറയുന്ന എൻ്റെ പേജും മുഹമ്മദ് ഫായിസ് എന്ന് പറയുന്ന ഫായിസിൻ്റെ പേജും ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല, സെർച്ച് ചെയ്താൽ കിട്ടും ഗൈസ്. പക്ഷെ ഞങ്ങൾ അക്കൗണ്ട് ഇപ്പോൾ പ്രൈവറ്റ് ആണ്. അത് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടിൽ. അപ്പോൾ 2 അക്കൗണ്ടും പ്രൈവറ്റ് ആണ്. അപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്ത സമയത്ത് പബ്ലിക് ആക്കിയിട്ടും ഗൈസ്. അല്ലാതെ വേറെ ആരും പേടിച്ചിട്ടൊന്നും അല്ല സംഭവം എന്ന് വെച്ചാൽ ഇവന്റെ വൈഫ് ഇവനോട് പറഞ്ഞപ്പോൾ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇവൻ പ്രൈവറ്റ് ആക്കി. പ്രശ്നമല്ല ഗൈസ്, ഇവന്റെ വൈഫ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഫുൾ ചില്ലാണ് ഗൈസ്. വൈഫ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര സ്ട്രിക്റ്റ് പാടില്ല. അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരും ഗൈസ്. പിന്നെ ഗൈസ് എന്താ പറയാനുള്ള വെച്ചാൽ ഇത് ഞങ്ങളെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിന് നല്ലൊരു ഇൻട്രോ ഉണ്ടായിക്കൊള്ളുന്നില്ല, നല്ലൊരു കണ്ടന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല, നല്ല എഡിറ്റിംഗ് ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ റീച്ചും കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ 2035 ആകുമ്പോൾ അല്ലേ മിനിമം നോട്ട് ചെയ്ത് വെച്ച ഗൈസ്. 2035 ഏത് മാസം കൊടുക്കാം? 2035 ഡിസംബർ എടുത്താലോ? തുടങ്ങണ മാസം ആയിക്കോട്ടെ, ജനുവരി എന്നാണ് സെൻറ്റർ ആയിക്കോട്ടെ. 2035 മെയ് അല്ലെങ്കിൽ ജൂൺ ആകുമ്പോൾ മിനിമം 2 മില്യൺ അല്ലേ വ്യൂസ് അല്ല, 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അന്നൊക്കെ ഏതൊരു ഇതിൽ പണിയെടുത്ത് 2035 ആകുമ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ടാവും? 26 വയസ്സൊക്കെ ഉണ്ടാവും. 26 വയസ്സാവും. 26 കുറച്ച് വരാം. യെസ്, ഇവർക്ക് 27 വയസ്സ്, എനിക്ക് 26 വയസ്സ്. അതെ ഗൈസ്. യെസ് ഗൈസ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. ചാർജ് ആയില്ല കൂടെ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എവിടെ ഇരുന്നിട്ടാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അല്ലേ? യെസ് ഗൈസ്. എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഏരിയയിൽ നിന്നാണ് വ്യൂവേഴ്സ് കൂടുതലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇനിയുള്ള കണ്ടന്റ് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ചെയ്യാം. മനസ്സിലായി? ഇപ്പോൾ പരവക്കുന്നുള്ള ആൾക്കാരാണോ കണ്ടേങ്കാവുന്നുള്ള ആൾക്കാരാണോ എന്ന് ഞങ്ങൾക്ക് അറിയണം. കൂടുതൽ എവിടെ നോക്കാം. കൂടുതൽ എവിടെ നിന്നാണ് നമുക്ക് വ്യൂസ് എന്നാണ് അറിയേണ്ടത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കണ്ടേങ്കാവുന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ വ്യൂസ് ഉണ്ട്. ഞങ്ങൾ 2 ആളും കൂടെ ഒരുമിച്ച് കണ്ടേങ്കാവുക്ക്. യെസ്, നമ്മളെ ആൾക്കാരെ ഫാൻസിനെ കാണാൻ അങ്ങനെയാണ് ഗൈസ്. ഫായ്സ് ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞത്. സ്കിൻ കെയർ പറഞ്ഞാൽ ഡെയിലി നമ്മൾ മുഖം കഴുകുക, വാഷ് ചെയ്യുക. പക്ഷേ നല്ല ഡാർക്ക്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്ളോഗ് കാണുന്ന ഞങ്ങളെ സഫാനും റിദിന് നന്നായി മിസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ കാര്യമല്ലോ. അതേപോലെ മെഹറൂഫിനൊക്കെ തോന്നുന്നുണ്ടോ ഇപ്പോൾ ദുബായിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വ്ളോഗിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മെഹറൂഫ് വരുന്നുണ്ട്. മെഹറൂഫ് എന്ന് വരിക എന്നുള്ളത് ഗസ് ചെയ്ത് കമന്റ് ഇടുന്ന ആൾക്ക് മെഹറൂഫിന്റെ കൂടെ ഒരു എൻട്രി ദുബായിക്ക്. അതായത് മെഹറൂഫിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി വർക്കാണ്. അപ്പോൾ ആ ഒരു സീസൺ ഔട്ടാവുന്ന സമയത്ത് മെഹറൂഫ് ദുബായിക്ക് വരുന്നുണ്ട് 1 മന്ത്. അന്ന് ഫുൾ ജില്ലായിരിക്കും ഗൈസ്. അന്നൊക്കെ നിങ്ങൾ കാണാത്ത തരം ഒരു ഡെയിലി 2 വീഡിയോ വെച്ച് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. 2 വീഡിയോ. മെഹറൂഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് അടുത്ത വ്ളോഗിലിടാം. അടുത്ത വ്ളോഗും മറ്റേ കണ്ടന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള അക്കൗണ്ട് അല്ല ഗൈസ്. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങാൻ ഒരു പ്ലാൻ ഇട്ടതാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഇതുള്ളത് കോമൺ വീഡിയോ ആണ്. ഇനി നമ്മളെ കൂടെ ഉള്ള ഓരോരുത്തരെ പരിചയപ്പെടുത്തിയിട്ട് ഓരോരോ സീരീസ് ആയിട്ട് വരും ഗൈസ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഞങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞങ്ങൾക്ക് അടുത്ത 2 വർഷത്തേക്കുള്ള കണ്ടന്റ് ഇപ്പോഴേ റെഡിയാണ്. അതെ എന്നെ കൈ മാറ്റിക്കും മോഹൻ കാണില്ല. ഇനി പറഞ്ഞ അതെ 2 വർഷത്തേക്കുള്ള കണ്ടന്റ് സ്പോട്ടിലുള്ള ഐഡിയയിലുള്ള കണ്ടന്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് 2 വർഷത്തിന് ശേഷമുള്ള കണ്ടന്റ് ഉണ്ടാക്കി ആൾക്കാരൊക്കെ നോക്കണേ. ബ്ലോഗേഴ്സ് ഞങ്ങളിവിടെ ഇരുന്നാണ്ട് ദുബായ് മാളിൻ്റെ ദുബായ് ബ്ലോഗ്സ്. സോറി, സഫാനും റിദിനും മാത്രമല്ല ഇത് കാണുന്ന എല്ലാവർക്കും ഞങ്ങൾ ദുബായ് വ്ളോഗ് സീരീസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ദുബായ് മാളിൻ്റെ മെയിൻ ഫുഡ് കോർട്ടിലാണ്. ഞങ്ങളിവിടെ ഇരുന്ന് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ ഇന്ത്യയിൽ നിന്നുള്ള ഏതോ വലിയ വ്ളോഗേഴ്സ് എന്നാണെങ്കിൽ വിചാരം. കണ്ടാലൊരു വ്ളോഗർ ലുക്ക് ഉണ്ട് അല്ലേ?
എന്താണല്ലേ ഗ്ലാസ് വെക്കാറ് അങ്ങനെ ഗൈസ്. വേറെന്താ അങ്ങനെ പോണു ഗൈസ്. സുഖമാണ് ഗൈസ്. നമ്മൾ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വെറും വർക്ക് അല്ലെങ്കിൽ റൂം വർക്ക് അങ്ങനെ ഒരിക്കലും അതിൽ ഇൻക്ലൂഡായി അതിൽ പെട്ടുപോയത്. സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നും നമ്മളൊരു എൻജോയ്മെൻ്റ് ആണ് ഈ വീക്കെൻഡ് എന്ന് പറയുന്നത്. വീക്കെൻഡ് നമ്മളിങ്ങനെ ഇപ്പോൾ ബുർജ് ഖലീഫൊക്കെ ഞങ്ങൾ ഡെയിലി സ്ഥിരം വരുന്ന സ്പോട്ടുകളാണ്. എല്ലാ മാസം അല്ലെങ്കിൽ വരും, ആഴ്ചയിൽ വരും. പക്ഷെ നമ്മൾ ഈ വീക്കെൻഡിലുള്ള ഒരു മൈൻഡ് സെറ്റാക്കിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളോട് കൂടിയുള്ള ഒരു കറക്റ്റുണ്ട് നമ്മളെ ലൈഫ്. അതിപ്പോൾ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും 20 ആളാണെന്നുണ്ടെങ്കിലും നമ്മളതായ ഒരു ടീമുണ്ട്. അതിൻ്റെ കൂടെ കറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊപ്പം ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങുന്നതും ഇഷ്ടപ്പെട്ട ഒരു ടീമിൻ്റെ ഒപ്പം ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് വട്ടം കാണുന്നതും ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഒന്നുകൂടി ഞങ്ങളായിട്ടൊന്ന് പറയുന്നത് അല്ലാതെ ഞങ്ങൾ കണ്ടന്റ് വേറെന്താ പറയുള്ളത്? നിങ്ങൾ ഞങ്ങളെക്കൊന്ന് എങ്ങനത്തെ കണ്ടന്റാണ് പ്രതീക്ഷിക്കുന്നത്? അതെങ്ങണ്ട് ആ സാധനമാണ് കിട്ടുന്നത്. അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങൾ എങ്ങനെ ഫുഡ് റിലേറ്റഡ് വേണോ, ട്രാവലിംഗ് വേണോ, ഇനിയുള്ള അടുത്ത ബ്ലോഗ് ആ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട്. അതേപോലെ ഞങ്ങളുടെ കൂടെ വ്ളോഗിൽ ഞങ്ങൾക്കിപ്പോൾ അനാൻസൊക്കെ ചെയ്യുന്ന പോലെ അനാൻസിനെ താത്തി പറയില്ല, ഞങ്ങൾ താത്തി പറയാനായിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ വ്ളോഗിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല ഉണ്ടാവുക. നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആവാൻ താല്പര്യമുണ്ടോ നിങ്ങൾ അറിയിച്ചോളി, നമ്മളെ കോൺടാക്ട് ചെയ്തോളി. കൊണ്ടുവരാ നമുക്ക് അത്ര എന്താ പറയുക ഇതൊന്നുമില്ല. നമ്മൾ വരുന്നതായിരിക്കും. നമ്മളെല്ലാവരും കൂടി നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങൾ വ്ളോഗിൽ ഇൻക്ലൂഡ് ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. പിന്നെ നമ്മളെവിടെ ഉണ്ടാവുക വെച്ചാൽ ഞാനെപ്പോഴും കറാമയിലുണ്ടാവും, അവൈലബിൾ കറാമ. ഫായിസ് അബുദാബിയിലുണ്ടാവും ഗൈസ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ആൾക്കാരെ നമ്മളൊക്കെ കോൺടാക്ട് ചെയ്യുക. ഇവിടുന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയാൽ അത്രയും ബെറ്റർ. നമ്മളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യുക ഗൈസ്. കറാമ നമ്മളെ സ്പോട്ടാണ് ഗൈസ്. നമ്മൾ വീക്കെൻഡ്സ് കറാമയിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും എംസദ് മഹമ്മൂദിനെ കോൺടാക്ട് ചെയ്യുക. അബുദാബിയിൽ മുഹമ്മദ് ഫായിസ് കെ അങ്ങനെ പറയല്ലേ. പിന്നെ നമ്മൾ പെയ്ഡ് കൊളാബുകൾ, പെയ്ഡ് വർക്കുകൾ അതൊന്നും എടുക്കില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്യാം. അപ്പം യൂട്യൂബിൽ നിന്ന് തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ വേണമെങ്കിൽ ഓഫാക്കാം അല്ലേ? പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ചെയ്യുന്നത് നമ്മളിതൊക്കെ എന്ന് വെച്ചാൽ 10-15 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കറങ്ങാൻ പോക്ക്, ഫുഡേക്ക്. പക്ഷേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ വെറുതെ അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ തോന്നിയതാണ്, എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ. ആ ഒരു ഐഡിയയിൽ നിന്ന് ഉണ്ടായതാണ്. സോ പെയ്ഡ് വർക്കിനും പിന്നെ കൊളാബിനും വേണ്ടിയാണ്ട് ആരും കോൺടാക്ട് ചെയ്യണ്ട. നോട്ട് അവൈലബിൾ. വേറെന്താ പൈസ പറയാണ്? ഇതിൻ്റെ പോണം. പിന്നെ ഫായിസ് ബിസിയാണ് കേസ്. നമുക്ക് പിന്നെ ബിസിയൊന്നും ഇല്ലല്ലോ, ആരുമില്ല, ഒറ്റത്തടി. ദുബായ് ഫൗണ്ടെയിൻ, ഇവിടെയാണ് വാട്ടർ ഷോ, ലേസർ ഷോ കാര്യങ്ങളൊക്കെ നടക്കുക. ആൻഡ് ദിസ് ഈസ് ബുർജ് ഖലീഫ. ഫൗണ്ടൻ ക്ലീനിങ്. ബിസിയാണ് ഗൈസ്. ദുബായ് മാളിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിലില്ലാത്ത സമയത്ത് വരിക, അല്ലെങ്കിൽ ഇതേപോലെ ഫോട്ടോ എടുക്കാനൊരു സ്പോട്ട് കിട്ടാതെ ഗൈസ് മുഖത്ത് ടാൻ അടിക്കും ഗൈസ്. നല്ല സൺസ്ക്രീൻ നോക്കിയാണ്ട് ഉപയോഗിക്കുക. ഈ കൂളിംഗ് ഗ്ലാസ് ഇന്ത്യയാണ് ഗൈസ്. അതിനെന്താണ് ഇപ്പം പറയണേ? അതെന്തിനാണത് ഇപ്പം പറയണേ? എന്താണ് ഈ ബുർജ് ഖലീഫിൻ്റെ താഴെ നിൽക്കുമ്പോൾ
എനിക്ക് എന്താ തോന്നുന്നത്? ബുർജ് ഖലീഫയുടെ താഴെ നിൽക്കുമ്പോൾ നമ്മളിത് എത്ര കണ്ടാലും ഗൈസ് മതി വരാത്തൊരു സംഭവമാണ്. നമ്മൾ ബുർജ് ഖലീഫയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം ദുബായിലൊന്ന് കണ്ടു കഴിഞ്ഞാലും ഈ ഒരു സമയത്ത് അതായത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു ഫീലും ആ ഒരു എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റും ഗൈസ്. നിങ്ങൾ ഇവിടുന്ന് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലാണ് ആ സംഭവം നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഉള്ള ഒരുവിധം ഇപ്പോൾ ഇത് കണ്ടോ, ഇവരൊക്കെ ഈ കണ്ട ആൾക്കാരൊക്കെ പലതവണ വന്ന ആൾക്കാരെ കാര്യം. പക്ഷേ എങ്കിൽ ബുർജ് ഖലീഫ ഗൈസ് ദുബായിയുടെ ഐഡന്റിറ്റി. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത്ര വലിപ്പം പാടില്ല. കണ്ടോ, ഇതിപ്പോൾ നമ്മളൊരു ഫോൺ പിടിക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ പകുതി വരുന്നുള്ളൂ. എന്താ പൈസ പറയാല്ലേ? ഇതിപ്പോൾ ഈ പകുതി വരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അതുപോലെ ഇങ്ങനത്തെ ഒരു സംഭവം ഏത് എമിറേറ്റ്സിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മാമൂദിൻ്റെ വ്ളോഗ് കണ്ടിട്ട് മാമൂദിനെ കൂടി ഒന്ന് പരിഗണിക്കാം. എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, അപ്പോൾ വോയിസിൻ്റെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബുർജ് ഖലീഫേൻ്റെ തറയെ കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ബുർജ് ഖലീഫ അതാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ അല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര നമ്മൾ ഇവിടുത്തെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയാം നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ബുർജ് ഖലീഫ ഫോട്ടോ അത് മേടിച്ചു കൊടുത്തിട്ട് അതിന് ഫോട്ടോ എടുത്തത്. അല്ലാതെ ഇതെന്ന് വെച്ചാൽ ഈ ഫോട്ടോജീനിക്കായ ആൾക്കാർക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാവും. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി വെച്ചാൽ നമ്മളിപ്പോൾ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബുർജ് ഖലീഫേൻ്റെ തറയെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ 0.5 കിട്ടാണ്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളിത് ഒരു 1.5 കവുങ്ങിൻ്റെ വലിപ്പമാവും. അപ്പം നമ്മളിപ്പോൾ നമ്മളെ കാലം ഒരു കവുങ്ങിൻ്റെ വലിപ്പം ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതായത് കറക്റ്റ് നമുക്കൊരു ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചു ഒരു വൈകുന്നേരം വെയിലായിട്ട് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഞങ്ങൾ പെട്ട് നിൽക്കുകയാണ്, ഭയങ്കര വെയിലാണ്. വോയിസ് ഒക്കെ ഉണ്ടോ, ടാൻ അടിച്ച് പ്രശ്നം. അപ്പോൾ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഇവിടെ ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു അരമണിക്കൂറിന് ടാലി ആക്കാൻ ഉള്ളിൽ പോയിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എ സിയിലിരിക്കണം. എന്നാലാണ് ഈ വെയിൽ കൊണ്ടതൊന്ന് ടാലി ആയി പോകുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഒരു 3 മണിയായി, പക്ഷെ എപ്പോഴും വെയിലിൻ്റെ ഒരു 5 മണിയില്ല, ഒരു 5 മണിക്ക് വരിക. പിന്നെ 5 മണിക്ക് വരുന്ന ആൾക്കുള്ള ഒരു സർപ്രൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ തിരക്കുണ്ടാവും. വാട്ടർ ഫൗണ്ടെയിൻ ഇവിടെ നല്ല വാട്ടർ ഷോ, ലേസർ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട്. മസ്റ്റ് ട്രൈ. എക്സ്പ്ലോർ ചെയ്താൽ തന്നെ എനിക്ക് മനസ്സിലാവും മസ്റ്റ്. ഇപ്പോൾ ഇത് കാണാനായിട്ടും നാട്ടിൽ നിന്ന് ടിക്കറ്റും വിസ ഒക്കെ എടുത്ത് വന്നാൽ പോലും നിങ്ങൾക്ക് മിസ്സാവില്ല അല്ലേ? എൻ്റെ സെറ്റാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ. അപ്പോൾ പുലാബന്തോള് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ പടപ്പറമ്പ് പെരുന്തമണ്ണ ആ ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം മുൻകൂട്ടി അറിയിക്കും. നിങ്ങൾ DM വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം. നമ്പർ കൊടുത്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ദുബായിൽ എന്താവശ്യം ഉണ്ടെങ്കിലും അബുദാബിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ അവിടുത്തെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളതായ ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലാതെ ഞങ്ങളായിട്ട് ഒരു ഇതിലും വരണ്ട. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങളെ കാര്യങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നോക്കാം. അതേപോലെ കറാമയില് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നിങ്ങളതായ ആൾക്കാർ ഇപ്പോൾ കറാമയിൽ ഉണ്ടാവും. ഇപ്പൊ കറാമയിൽ ഞങ്ങൾ ധൈര്യമുള്ള ആൾക്കാർ പറഞ്ഞാലും മതി. അടുത്താണല്ലോ. അല്ലാതെ നമ്മളായിട്ട് ആരും സംഭവം ചെയ്യരുത് ഗൈസ്. സോ തമാശക്കാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ജോബിനെ പറ്റി കണ്ട് അറിയിക്കാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ വേക്കൻസീസിനെ പറ്റി അറിയാൻ നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്കും അങ്ങനെയൊന്നും അറിയുന്നില്ല, പക്ഷെ എന്നാലും ഞങ്ങൾക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതായത് ഗൈസ് 2000 എത്രയോ 2035 ആകുമ്പോൾ ഈ ബുർജ് ഖലീഫയുടെ ഒരു 179ാമത്തെ നിലയിൽ അത്ര നിലയില്ല, ആകെ 120 നിലയുള്ളൂ. ഞങ്ങളൊരു 80 ഇതൊരിക്കലും കട്ടിയില്ല. ഇതിന്റെ എക്സ്ക്ലൂസീവ് കണ്ടത് അതാണ് ഇതിന്റെ ഹുക്ക്. ഞങ്ങളൊരു എത്ര 80 എടുക്കണോ, ഒരു 80 നമ്മളൊരു മുറി എടുത്തിട്ട് അതിലൊരു സ്റ്റേ, മുറി ഒന്നും പറയല്ലേ, ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അതിലൊരു 2 ദിവസത്തെ സ്റ്റേ. ലൈഫ് ടൈം അയച്ചിരി ഓവറല്ലേ. അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരാൾക്ക് ഇപ്പുറത്തുള്ള ബിൽഡിങ് ഇതുണ്ടോ, ഇപ്പോ ഓപ്പോസിറ്റ്, അതായത് ഈ ബിൽഡിംഗ് സബ്സ്ക്രൈബേഴ്സിലുള്ള ആൾക്ക് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് കൊടിയുത്തരം ഒരു സ്റ്റേ കൊടുക്കുക, കക്കാടംപൊഴി സ്റ്റേ കൊടുക്കുക, ദുബായിൽ നിന്നൊന്നും പറയല്ലേ. ഓക്കെ ഗൈസ്, നാട്ടിലുള്ള ആൾക്കാരെ കാര്യമില്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെവിടെ പറയേണ്ടത് വെച്ചാൽ, അതായത് 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഒന്നെങ്കിൽ കൊടികുത്തിമലയിൽ ഒരു അടിപൊളി റിസോർട്ട് വിത്ത് പൂൾ അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പൂൾ എടുക്കണോ അതോ പ്രൈവറ്റ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ മറ്റേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ പോകാൻ പറ്റിയ സ്ഥലമുണ്ട് കക്കാടംപൊയിൽ. കക്കാടംപൊയിലിൽ നല്ലൊരു
2 ദിവസമാണോ? 2 ദിവസം നോട്ടെ. ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടോ? കപ്പിൾ ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം കാണുന്ന ആൾക്കാരൊക്കെ അധികം സിംഗിൾസ് ആവും. വയസ്സിനെ പോലെ കപ്പിളാവാൻ സാധ്യത കുറവാണ്. ഇത് ഞങ്ങൾ സിംഗിൾസിനുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ കൂടെ ഒരു 2 പേർക്ക്, അങ്ങനെ 4 ആൾക്ക് പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം സെറ്റ് ചെയ്ത് വളരെ നിരാശതയോടെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫോട്ടോസ് പോലും നമുക്ക് നല്ല കിട്ടിയിട്ടില്ല. അതിൽ വളരെയധികം നിരാശപൂരിതമായിട്ടാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വ്ളോഗ്, എന്തുകൊണ്ട് നമുക്ക് വ്ളോഗ് എടുത്തുകൂടാ എന്നുള്ള ഒരു ചിന്തയ്ക്ക് എത്തിയത്. അതായത് എന്താ വെച്ചാൽ ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് വേറൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ 23 മെയ് 2026 ഇതിപ്പോൾ ഒരു 2030 ആകുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മൾ ഭക്തനെ പോലെ പോലെയൊക്കെ എവിടെയെങ്കിലും എത്തിപ്പെടുക എന്താണെന്ന് നമുക്കറിയില്ല. അന്ന് ചിലപ്പോൾ ദുബായ് നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും, നിങ്ങളൊന്ന് ടൈം കിട്ടുമ്പോൾ ഇവിടെ വന്ന് പോകുന്നുള്ള ആ ഒരു സമയത്തേക്ക് വിചാരിക്കണം ഗൈസ്. ഇനി ഗൈസ് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളെ പേഴ്സണൽ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി കുറച്ച് റിഫ്രഷ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം. ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദുബായിയുടെ ഹൃദയ ഭാഗത്തുള്ള നമ്മുടെ അടുത്ത വീഡിയോയിൽ വരും. ഞങ്ങൾ ഇനി പോകാൻ പോകുന്ന നെക്സ്റ്റ് ലൊക്കേഷൻ നോർമലി ദുബായിലുള്ള ആൾക്കാരൊക്കെ കുറേ തവണ ആ ഷെയ്ഖ് സൈദ് റോഡ് കൂടെ ഒക്കെ പോകുമ്പോൾ കണ്ട ഒരു സാധനം. കാരണം നിങ്ങൾ എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഗസ് ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ നോക്കാം. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, ബൈ. നല്ല പൈസ ഈ ജാതി കൂരാഞ്ചേരി വെയിലത്ത് എനിക്ക് തീരെ കഥല്ലേ. ഞാനൊന്ന് വിളിക്കുമ്പോൾ അബുദാബിയിൽ നിന്ന് വണ്ടിയാണ് പോകുന്നത് ഗൈസ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ എന്താ വെച്ചാൽ ബന്ധത്തിന്റെ പുറമേണ് ഗൈസ്, അല്ലാതെ നമ്മ ആ സമയത്ത് നമ്മൾ വെയില് കാര്യങ്ങളൊന്നും നോക്കണില്ല, നമ്മളെ ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യുന്നില്ല. അതാണ് ഇവരൊക്കെ കൂടെ കൊണ്ടുനടക്കാനുള്ള കാരണം. ഇൻകംപ്ലീറ്റ് ഫ്രീ. അപ്പുറത്തെ 2 ആളല്ലേ കയ്യച്ച് വെറുതെ വേറെ ആളാണ് ഗൈസ്, സോറി. നമ്മുടെ ടീമിലൊരു 2 പട്ടിലുകൾ കൂടി വരാണ്ട് ഗൈസ്. പട്ടിലുകൾ എന്ന് പറഞ്ഞ പോലെ പൊക്കി പറയാം. അതായത് നമ്മുടെ സുൽത്താനങ്ങാടിയുടെ ഹൃദയ ഭാഗമായ എറ സ്ഥാപിതമായ എറയുടെ ബാക്ക് സൈഡിലെ കോ ഫൗണ്ടർ റിദിൻ കെ പി. നിങ്ങള് പുത്തനങ്ങാടി ചെന്നിട്ട് ഇത് അന്വേഷിക്കുകയാണെങ്കിൽ ഓനെ അവിടെ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. പക്ഷേ അപ്പു എന്ന് പറഞ്ഞാൽ അവിടെ അറിയാത്ത ഒരാളുണ്ട്. വേട്ടല്ല അപ്പു എന്ന് പറഞ്ഞാല് അവിടെ അറിയാത്ത ആരും ഉണ്ടാവില്ല. സോ അപ്പുവിനെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമ്മള് ഒരു മീറ്റപ്പ് സെറ്റാക്കാം. അതേപോലെ പിന്നെ സുഫാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുലാമന്തോള് പാലൂര് ഏരിയയിൽ UP ആ ഒരു ഏരിയയില് അവിടെ എന്താ ഒന്നുമില്ല, മറ്റേ ആലമ്പാറ അവിടെ മറ്റേ ഒരു പൂര കിടക്കുന്ന അമ്പലല്ലേ, അതിന്റെ പുറത്ത് സൈഡില്. അവിടെ എങ്ങനെയാ വെച്ചാല് ആലമ്പാറ സുഫാൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പൊ ആലമ്പാറ സുഫാൻ കോമൺ പേരായതുകൊണ്ട് 4-5 സുഫാന്മാർ ആലമ്പാറയിൽ തന്നെ ഉണ്ട്. പിന്നെന്താ വെച്ചാൽ വാവാസിൽ ഉണ്ടായിരുന്നല്ലേ, വാവാ സുഫാൻ, അതും അറിയാം. സുഫാൻ അങ്ങനെ പറഞ്ഞാൽ ആകെ ഒരാളേ ഉള്ളൂ ലൈഫിൽ ഈ ഭൂമിയിൽ. ആ സ്ഥലത്ത് വാവാ സുഫാൻ എന്ന് പറഞ്ഞ ഒരാളുള്ളൂ. അപ്പോ സുഫാനായിട്ട് എന്തെങ്കിലും കണക്ഷനുള്ള ആൾക്കാർ ഇതിൽ കമന്റ് ചെയ്യാം. സുഫാൻ നാട്ടിലുണ്ട്. സുഫാൻ നാട്ടിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്ത് തരാം. സുഫാൻ മീറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് കാര്യമൊന്നും ചെന്നാലും വെറുതെ കാണാനോ. നമ്മൾ ദുബായ് മാളിൽ നിന്ന് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ മാളിൽ എത്തിയോ എന്തായാലും വോയിസ് ഗ്ലാസ്സും എന്തിനാ വോയിസ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആക്ച്വലി മാളത്ത് ഈ ബാം ലൈറ്റുകൾ ഉണ്ടല്ലോ, ബാം ലൈറ്റുകൾ ഇങ്ങനെ മുഖത്തൊക്കെ അടിച്ചിട്ട് ബാമ്പ് കൊടുക്കുന്നുണ്ട്. സോറി. അപ്പോൾ ഗൈസ് കാണുന്നവരൊക്കെ MZ മഹമ്മൂദ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് ബാക്കി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതാണ് മെയിൻ. നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളെ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവും, സജഷൻസ് ഉണ്ടാവും, ഒക്കെ എന്താ വെച്ചാൽ കമന്റ് ആയി രേഖപ്പെടുത്തുക അല്ലേ. വീണ്ടും നല്ല ബ്ലോഗുമായിട്ട് നിങ്ങളെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്.